മനസ്സിലാക്കേണ്ട എന്താ, നമുക്ക് അല്ലാഹു സുബ്ഹാന നമ്മളോട് എന്തെങ്കിലും ദേഷ്യം അല്ലാഹിക്കുണ്ടോ? ഒന്നുമില്ല. എന്ത് വന്നാലും പറയണം അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ? സുഖമാണോ? പോയി തുടക്കവേ പോയി. സുഖമാണോ? സുഖമാണോ? എന്തെങ്ങനെ വായും തുറന്നിരിക്കണേ? സുഖമാണോന്ന് വെച്ചാൽ എന്താ പറയണ്ടേ? സുഖമാണോ അതല്ലേ പറഞ്ഞു പഠിക്കണ്ടേ? ആ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണ്ടേ? എല്ലാവരുടെ നാവിൽ അത് വരൂല. ആ അൽഹംദുലില്ലാ പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാനെ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈറ, സുഖമാണ് നബിയെ, റാഹത്ത. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിൽ കയറി വന്നു. ഓനോടും ചോദിച്ചു, സുഖമാണോ? ആ ഖൈർ, സുഖമാണ് നബിയെ. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, എനിക്ക് ദുആ ഇല്ലേ? അപ്പം നബിതങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. അപ്പം ഇനി പറ, സുഖമാണോ? അൽഹംദുലില്ലാ. അത് പഠിച്ചാൽ മതി, അത് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ സങ്കടം, ദുഃഖം, രോഗം, പ്രശ്നം, അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങനെ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഷ്ടമില്ലാഞ്ഞിട്ട് ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ? കണ്ടു കൊതിരുന്നതിന് മുമ്പും മരിച്ചില്ലേ? എത്ര പട്ടിണി കിടന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു, ആ ത്യാഗങ്ങൾ. എടോ, സ്നേഹം കൂടിയ അള്ളാഹ് അങ്ങനെ ഇത്തിരി കണ്ണുനീര് കുടിപ്പിക്കും, ഒന്നിങ്ങനെ വേദനിപ്പിക്കും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ, എല്ലാവരും പ്രയാസമുള്ളവരാ. ഞാനും ഇന്നത്തെ തങ്ങൾ വന്നു, തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച ഞാനും ഇരിക്കണം. ഞാൻ അസ്ഹർ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രത്യേകം എനിക്കാണെങ്കിൽ നടുവിന് ചെറിയ പ്രശ്നം, ഇരിക്കാൻ കഴിയണില്ല, നല്ലപോലെ നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനും ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ. എടോ, എന്ത് സങ്കടം വന്നാലും എന്തു പറയണം? എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? നാളെ ജോലിക്ക് പോയപ്പോൾ